ഐഡിയാസ് എന്താണ് വിശേഷം? നല്ല ഹാപ്പി അല്ലേ? അപ്പോൾ നമ്മൾ BPCC 107ൻ്റെ ബ്ലോക്ക് 1 and 2 ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റിവിഷന്. നമ്മൾ ബ്ലോക്ക് എന്താണെന്ന് വെച്ചാലും എല്ലാം ഒന്ന് ഓടിച്ചു പോകുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ബ്ലോക്ക് 1ഉം 2ഉം ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടണ്ടെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ പാർട്സ് ആക്കിയിട്ട് ഇടുന്നത് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ യൂണിറ്റ് 5ലേക്കാണ് ഇപ്പോൾ കിടക്കുന്നത്. സോഷ്യൽ കൊഗ്നിഷനാണ് യൂണിറ്റ് 5 പറയുന്നത്. എന്ന് വെച്ചാൽ സോഷ്യൽ കൊഗ്നിഷൻ എന്നാൽ എന്താണ്? മനുഷ്യർ ഒറ്റയ്ക്ക് ജീവിക്കുന്നവരല്ല, നമ്മളെല്ലായ്പ്പോഴും മറ്റുള്ളവരുമായി ഇടപഴകിയാണ് ജീവിക്കുന്നത് അല്ലേ? രാവിലെ മുതൽ രാത്രി വരെ ആരെയോ കാണുന്നു, ആരെയെക്കുറിച്ച് ചിന്തിക്കുന്നു, ആരെയോ വിലയിരുത്തുന്നു. ഇതെല്ലാം നമ്മുടെ തലച്ചോറിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇതിനെയാണ് നമ്മൾ സോഷ്യൽ കൊഗ്നിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, മനസ്സിലാക്കുന്നു, ഓർക്കുന്നു, തീരുമാനമെടുക്കുന്നു, അതാണ് സോഷ്യൽ കൊഗ്നിഷൻ. നമ്മളെല്ലാം അറിയാതെ തന്നെ ചെയ്യുന്ന ചില ചോദ്യങ്ങളുണ്ട്. നമ്മുടെ തലയിൽ ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. ഒരാളെ കണ്ട ഇയാൾ എങ്ങനെയുള്ള ആളാവും? ഒരാളെ അങ്ങനെ പെരുമാറാൻ കാരണം എന്താവും? എല്ലാവരും നമ്മൾ ശരിയായ രീതിയിലാണോ ജഡ്ജ് ചെയ്യുന്നത്? നമ്മൾ ചിലപ്പോൾ തെറ്റായും ചിന്തിക്കാറില്ലേ? ഇതെല്ലാം സോഷ്യൽ സൈക്കോളജി പഠിപ്പിക്കുന്ന ഒരു ഭാഗങ്ങളാണ്. ഇനി അടുത്തത് 5.2 പറയുന്നത് സ്കീമയാണ്. എന്താണ് സ്കീമ? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ തലച്ചോറിലുള്ള ഒരു റെഡിമെയ്ഡ് ടെംപ്ലേറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഫ്രെയിംസ് ആണ് സ്കീമ എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഒരു ടീച്ചറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നും? ക്ലാസ് എടുക്കും, ശാസിക്കും, ഡിസിപ്ലിൻ പറയുന്ന ഒരാളായിരിക്കും. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ല, പക്ഷെ നിങ്ങളുടെ അനുഭവങ്ങളിൽ നിന്നാണ് അത് നിങ്ങളുടെ തലയിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു സ്കീമയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഒരു ടീച്ചർ എന്ന് പറഞ്ഞാലുണ്ടെങ്കിൽ ആ ഒരു ടീച്ചറൊക്കെ ഇപ്പോൾ ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് വൈറ്റ് കോട്ടൊക്കെ ഇട്ടിട്ട് സ്റ്റെതസ്കോപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു നല്ല ബുദ്ധിയും വിവരമൊക്കെ ഉള്ള ഒരാൾ അല്ലേ? ഒരു കർഷകൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരിക കൈക്കോട്ട് കുത്തുന്ന ഒരാളെ അല്ലേ? അങ്ങനത്തെ ഒരു ഓരോ കാര്യത്തിനും നമ്മുടെ മനസ്സിലൊരു സ്കീം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ തലച്ചോറിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു റെഡിമെയ്ഡ് ഫ്രെയിമാണ് സ്കീമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ അല്ലേ? അപ്പോൾ സ്കീമ എന്താ ചെയ്യുന്നത്? സ്കീമ നമ്മളെ സഹായിക്കുകയാണ് വേഗത്തിൽ ചിന്തിക്കാനും തീരുമാനമെടുക്കാനും എല്ലാ കാര്യവും സീറോയിൽ നിന്ന് ആലോചിക്കാതിരിക്കാൻ, അതായത് ബ്രെയിനിൻ്റെ വർക്ക് ലോഡ് കുറക്കാനാണ്. അതായത് ഏതൊരു കാര്യം പറയുകയാണെങ്കിൽ അതിൻ്റെ സീറോയിൽ നിന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് ഒന്നും അറിയില്ല. അപ്പം നമ്മൾ തുടക്കം മുതൽ ഇങ്ങനെ ചിന്തിച്ച് വരാതിരിക്കാനുള്ള ഒരു ബ്രെയിനിനെ സഹായിക്കുന്ന ഒരു സംഭവമാണ് ഈ സ്കീമ എന്ന് പറഞ്ഞത്. അപ്പോൾ അതായത് ഇതിൻ്റെ വർക്ക് ലോഡ് കുറക്കുകയാണ്. അപ്പോൾ പല തരത്തിലുള്ള സ്കീമുകളുണ്ട്. ഒന്ന് പേഴ്സൺ സ്കീം ആദ്യത്തത്, അതായത് ഒരു വ്യക്തിയെക്കുറിച്ചിട്ടുള്ള സ്കീം. ഒരാളെ കണ്ടാൽ നമ്മൾ പറയുന്നില്ല ഇയാൾ ശാന്തനാണ്, ഇയാൾ ഡൊമിനേറ്റിംഗ് ആണ്, ഇയാൾ ഹോണസ്റ്റ് ആണ്. ഇതാണ് പേഴ്സൺ സ്കീമ എന്ന് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങളൊരു കൂട്ടുകാരൻ എല്ലായ്പ്പോഴും ക്വയറ്റാണ്, ആരോടും വഴക്കില്ല. അപ്പോൾ നമ്മൾ പറയുന്നത് ഓനൊരു കാം ടൈപ്പാണ് എന്ന് പറയും അല്ലേ? അതാണ് പേഴ്സൺ സ്കീമ. സെൽഫ് സ്കീമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെക്കുറിച്ച് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു ചിത്രമാണ്. ഇപ്പം ഞാൻ ഈ സ്റ്റേജിൽ സംസാരിക്കാൻ പേടിക്കും, ഞാൻ ലീഡർഷിപ്പുള്ള ആളാണ്. ഇത് സെൽഫ് സ്കീമ. ഡിഫറെൻറ്റ് സിറ്റുവേഷനിൽ ഡിഫറെൻറ്റ് സെൽഫ് സ്കീം ആയിരിക്കും നമുക്ക്. വീട്ടിൽ ചിലപ്പോൾ നമ്മൾ ഒബീഡിയൻ്റ് ആയിരിക്കും, ഓഫീസിൽ നമ്മൾ കമാൻഡിങ് പവർ ഉള്ള ആളായിരിക്കും. അപ്പോൾ നമ്മൾ ഓരോ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾക്കൊരു സ്കീം ഉണ്ടാവും നമ്മൾ. ഇനി ഗ്രൂപ്പ് സ്കീമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റീരിയോ ടൈപ്സ് എന്നും കൂടി പറയും. ഒരു ഗ്രൂപ്പിന് മുഴുവനായിട്ട് ജഡ്ജ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സ്ഥലത്തെ ആളുകൾ ഇങ്ങനെ ആയിരിക്കും, ഈ പ്രൊഫഷനുള്ളവർ അങ്ങനെ ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. പിന്നെ റോൾ സ്കീമ. റോൾ സ്കീമ പറഞ്ഞാൽ റോൾ അനുസരിച്ചിട്ടുള്ള സ്കീമ. ഒരു റോള് കണ്ടാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ബിഹേവിയർ. ഇപ്പോൾ ഡോക്ടറെ കണ്ടാൽ രോഗികളെ നോക്കും, ടീച്ചറെ കണ്ടാൽ പഠിപ്പിക്കും, പോലീസിനെ കണ്ടാൽ ലോ എൻഫോഴ്സ് ചെയ്യും. ഇതാണ് റോൾ സ്കീമ. ഈവൻ സ്കീമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രിപ്റ്റ്, സംഭവങ്ങളുടെ സ്കീമ എന്ന് പറയും. ഒരു സംഭവത്തിൽ എന്ത് നടക്കണം എന്നതിൻ്റെ ഒരു റെഡി സ്ക്രിപ്റ്റ്. ഇപ്പോൾ ഒരു ക്ലാസ് റൂം, ടീച്ചർ വരും, സ്റ്റുഡൻസ് എഴുന്നേൽക്കും, പഠനം തുടങ്ങും. ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി അറിയുന്നത് ഈവൻ സ്കീമ കൊണ്ടാണ്. ഇനി സ്കീമയുടെ ഒരു ഇമ്പാക്റ്റ് എന്താണ്? മെമ്മറിയിലുള്ള എഫക്റ്റാണ് ഒന്ന്. നമ്മളെല്ലാ ഡീറ്റെയിൽ ആയിട്ട് ഓർക്കൂല. സ്കീമ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് മാത്രമേ ഓർക്കാൻ നമ്മളെ സഹായിക്കുള്ളൂ. ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യും. സ്കീമക്ക് മാച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നന്നായിട്ട് ഓർക്കും. സ്കീമക്ക് മാച്ച് അല്ലാത്തത് നമ്മൾ മറന്നുപോകും. രണ്ടാമത്തത് ഇൻഫറൻസ് ആണ്, അറിയാത്തത് ഫില്ല് ചെയ്യുക എന്നുള്ളത്. ഇപ്പം നമ്മൾ റൂംമേറ്റ് ഫിറ്റ്നസ് ഫ്രീക്ക് ആണെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യും സ്പോർട്സ് പേഴ്സൺമാരോട് ഇയാൾ ഫ്രണ്ട്ലി ആയിരിക്കും. ഇതാണ് സ്കീമ ബേസ്ഡ് ഇൻഫറൻസ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് ജഡ്ജ്മെൻ്റൽ എഫക്റ്റ്. സ്കീമ ആക്ടിവേറ്റ് ആകുമ്പം ഗുഡ്, ബാഡ്, നോർമൽ, അബ്നോർമൽ, പോസിറ്റീവ്, നെഗറ്റീവ് ഇങ്ങനെയുള്ളൊരു ഫീലിംഗ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. സ്കീമ സ്റ്റേബിൾ ആണെങ്കിൽ സ്കീം ഒരിക്കലും സ്ട്രോങ് ആയാൽ മാറ്റാൻ ബുദ്ധിമുട്ടാണ്. എതിർ എവിഡൻസ് കണ്ടാലും
നമുക്ക് ചേഞ്ച് ആകില്ല. ഇപ്പോൾ എന്താ പറയുക, ഇതേ ഒരു സ്കീമ സ്റ്റേബിൾ എന്നുള്ളതിന് ചിലർക്ക് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേസ് തന്നെ ദിലീപിൻ്റെ കേസ് തന്നെ ആയിരിക്കട്ടെ. ദിലീപ് ചിലർക്ക് ദിലീപിനോടുള്ള ആരാധന മുത്തിട്ട് ദിലീപ് പാവാണ്, ദിലീപ് അങ്ങനെ ചെയ്തിട്ടില്ല, ഇങ്ങനൊരു സ്കീമുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ദിലീപിനെതിരെ എത്ര തന്നെ തെളിവ് വന്നാലും അതങ്ങോട്ട് വിശ്വസിക്കാൻ തോന്നില്ല. അതല്ല ശരി, ദിലീപ് അങ്ങനെ ചെയ്യൂല, ഇതൊക്കെ കള്ളത്തരാണ്, അങ്ങനെ തോന്നും. ഇതേ സമയം വേറൊരു കൂട്ടർ ദിലീപ് ഭയങ്കര ആണ്, മഞ്ജു വാര്യറാണ് ശരി, മഞ്ജു വാര്യർ ഫാൻസിനോട് മഞ്ജു വാര്യറാണ് ശരി, മഞ്ജു വാര്യറിൻ്റെ ഉള്ള ഇതുകൊണ്ട് ദിലീപ് അങ്ങനെ ചെയ്യും, ദിലീപ് അങ്ങനത്തെ അങ്ങനെ ദിലീപിനോടുള്ളൊരു ദേഷ്യം ഉണ്ടാവും. അപ്പോൾ ആ കൂട്ടർക്ക് ദിലീപ് ഇത് ചെയ്തിട്ടില്ല എന്നുള്ള എത്ര തന്നെ തെളിവ് കൊടുത്താലും, അപ്പോൾ കോടതി വിധി വന്നപ്പോൾ കോടതിക്കെതിരായി, കോടതി ശരിയല്ല, കോടതി ശരിയല്ല. ഇപ്പോൾ ദിലീപിനെ ഒരു ഇതാക്കിയെങ്കിൽ, ദിലീപിനെ ശിക്ഷിച്ചിരുന്നെങ്കിൽ ഓൽക്ക് ഹാപ്പി. അത് കോടതിക്ക് വ്യക്തമായിട്ടുള്ള തെളിവ് കിട്ടാത്തതുകൊണ്ടാണ് കോടതി ശിക്ഷിക്കാതിരുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മളെന്താണോ വിശ്വസിച്ചത് അതിന് എത്ര തന്നെ തെളിവ് കൊടുത്താലും അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ലൂപ്പ് പോയിന്റ് കണ്ടെത്തി അതിനെതിർക്കും. ഇതാണ് സ്കീമ സ്റ്റേബിൾ എന്നുള്ളത് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പം അടുത്തത് മോഡ്സ് ഓഫ് സോഷ്യൽ തോട്ട്സ് പ്രോസസ്സിങ്. കണ്ടിന്യൂ ഇൻ മോഡൽ 2 എക്സ്ട്രീം വേസ് ഉണ്ട്. ഒന്ന് ക്യുക്ക് തിങ്കിങ്, സ്കീമ ബേസ്ഡ്, ഇൻഫർമേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല, സമയമില്ല. അതാണ് ഒന്ന്. ക്യുക്ക് തിങ്കിങ് ആണ് സ്കീമ ബേസ് ചെയ്തിട്ടുള്ള. രണ്ടാമത്തെ ഡീപ്പ് തിങ്കിങ്, അതായത് ഡാറ്റ ബേസ് ചെയ്തിട്ട് ഇൻഫർമേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, കറക്റ്റ് ജഡ്ജ്മെൻറ്റ് വേണം. അങ്ങനെ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ബസ്സിൽ കാണുന്ന ഒരു സ്ട്രേഞ്ചർ എന്തായിരിക്കും? ക്യുക്ക് ജഡ്ജ്മെൻ്റ് ആയിരിക്കും. അതേസമയം മാരേജ് പ്രപ്പോസൽ എന്തായിരിക്കും? ഡീപ്പ് അനാലിസിസ് ആണ്. നമ്മൾ കണ്ട് നമ്മുടെ പേരൻസ് നമ്മുടെ ഭർത്താവിനെ കണ്ട് ആ സമയത്ത് തന്നെ നമ്മൾ കെട്ടിച്ചു കൊടുക്കുമോ? ഇല്ല. നമ്മൾ അവരെക്കുറിച്ച് ആലോചിക്കും, വീട്ടുകാരെ കുറിച്ച് ചിന്തിക്കും, അങ്ങനെ എല്ലാ കാര്യം അന്വേഷിച്ചിട്ടാണ് ഒരു കല്യാണം നടത്തുക അല്ലേ? അപ്പോൾ അതാണ് ക്യുക്ക് തിങ്കിങ്ങും ഡീപ്പ് തിങ്കിങ്ങും. ക്ലിയർ ആണോ? അടുത്തത് ഓട്ടോമാറ്റിക് വേഴ്സസ് കൺട്രോൾഡ് പ്രോസസ്സിങ്. ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ആയിരിക്കും, വലിയ എഫേർട്ടൊന്നും ഉണ്ടാവില്ല, അൺകോൺഷ്യസ് ആയിട്ട് നടക്കുന്നതാണ്. സ്റ്റീരിയോടൈപ്പ് ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന ഒരു സംഭവമാണ്. കൺട്രോൾ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ സ്ലോ ആയിട്ടാണ് നടക്കുക, കോൺഷ്യസ് ആയിട്ട് നടക്കുകയാണ്, ലോജിക് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. സ്റ്റീരിയോടൈപ്പ് ഓവർ റൈഡ് ചെയ്യാം. പിന്നത്തെ ഹ്യൂറിസ്റ്റിക്, അതായത് മെൻ്റൽ ഷോർട്ട് കട്ടാണ്. ഹ്യൂറിസ്റ്റിക്സ് ആണ് ബ്രെയിൻ ഷോർട്ട് കട്ട് റൂൾസ് ആണ്, കുറച്ച് എഫേർട്ട് കൊണ്ട് ഡിസിഷൻ എടുക്കുക. ഒന്നാമത്തത് അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്, എളുപ്പം ഓർമ്മ വരുന്ന എക്സാമ്പിൾ യൂസ് ചെയ്യുക. ന്യൂസിൽ ക്രൈം കാണിച്ചാൽ ക്രൈം വളരെ കൂടിയിരിക്കുന്നു എന്ന് തോന്നും. പിന്നെന്താണ് റിപ്രസെൻറ്റേറ്റീവ് ഹ്യൂറിസ്റ്റിക് പറഞ്ഞാൽ ഇതുപോലെ കാണുന്നു എന്ന സിമിലാരിറ്റി അടിസ്ഥാനമാക്കി ജഡ്ജ് ചെയ്യൽ. ഇപ്പോൾ ക്വൈറ്റ് പ്ലസ് ബുക്കിഷ്, ഇയാളൊരു ഇൻട്രോവേർട്ട് ആയിരിക്കും, ആൾ നിശബ്ദനായിട്ട് ഇങ്ങനെ ഇരുന്ന് ബുക്ക് വായിക്കണ ഇയാളൊരു ഇൻട്രോവേർട്ട് ആയിരിക്കും, ശരിക്കും അയാളിപ്പോൾ ബുക്ക് വായിക്കുമായിരിക്കും, നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന ഇതാണ്. പിന്നെ ആങ്കറിങ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യൽ. ഇപ്പോൾ ഡൽഹി പോപ്പുലേഷൻ ഗസ് ചെയ്യുമ്പം ഹരിയാന പോപ്പുലേഷനെ ആങ്കറായി യൂസ് ചെയ്യുക, അതായത് ഹരിയാന പോപ്പുലേഷൻ പോലെയാണ്, ഒരാളെ പോലെയാണ് മറ്റേ ആൾ, ഇതാണ് ആങ്കർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കാലത്തെ പോലെയാണ് മറ്റേത്, അങ്ങനെ ചിന്തിക്കുക. പിന്നെ അടുത്തത് ഇനി നമ്മൾക്ക് ഇതിൽ പറയുന്നത് സോഴ്സസ് ഓഫ് എറേഴ്സ് ഇൻ സോഷ്യൽ കൊഗ്നിഷൻ ആണ്. കൊഗ്നേറ്റീവ് എക്സ്പെരിമെൻ്റൽ സെൽഫ് തിയറി ഒന്ന്, അതായത് ലോജിക്കിനേക്കാൾ എക്സ്പീരിയൻസിൽ വിശ്വസിക്കുക. ക്രിക്കറ്റ്, ലക്കി ഷൂസ് എക്സാമ്പിളൊക്കെയാണ്. ഇൻകൺസിസ്റ്റൻ്റ് ഇൻഫർമേഷന് കൂടുതൽ അറ്റൻഷൻ കൊടുക്കുക. റോളിനോട് മാച്ച് ആകാത്ത ഇൻഫർമേഷൻ കൂടുതൽ ഓർക്കും. ഇപ്പോൾ മെയിൽ നർച്ചറിങ് ആണ്, ഫീമെയിൽ കോമ്പറ്റേറ്റീവ് ആണ്, ഇങ്ങനെയുള്ളത്. നെഗറ്റീവ് ബയാസ് പറഞ്ഞാൽ നെഗറ്റീവ് ഇൻഫർമേഷൻ കൂടുതൽ വെയിറ്റും ഒരു ബാഡ് ക്വാളിറ്റി ഹോൾ ഇംപ്രഷനും റബാക്കും. പ്ലാനിങ് ഫാലസി, ടാസ്ക് ടൈം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യൽ, ഇന്ന് തീരും, ആക്ച്വലി അത് വൈകും, പക്ഷെ നമ്മൾ വിചാരിക്കും ഇത് ഇന്ന് തീരും എന്നുള്ളത്. പിന്നെ കൂടുതൽ ചിന്തിക്കും, ഓവർ തിങ്കിങ്, റോങ് ജഡ്ജ്മെൻറ്റ് ഉണ്ടാക്കാൻ അതൊരു കാരണമാവും. പിന്നെന്താണ് കൗണ്ടർ ഫാക്ച്വൽ തിങ്കിങ്, ഇഫ് ഓൺലി, വാട്ട് ഇഫ്, ഇങ്ങനെയുള്ള ചിന്ത, ഇങ്ങനെയുള്ളെങ്കിലും എന്താ, അങ്ങനെ ആണെങ്കിൽ ഇപ്പം എന്താ, ആ ചിന്തിങ്. പിന്നെന്താ മാജിക്കൽ തിങ്കിങ്, ഇറാഷണൽ ബിലീഫ്, അതായത് സിമിലാരിറ്റി ലോ, കോണ്ടാക്ട് ലോ. പിന്നെ HIV കോട്ട്, അങ്ങനെയൊക്കെയുള്ള എക്സാമ്പിളൊക്കെ എന്തെങ്കിലും പറയാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സോഷ്യൽ കോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ ഹൗ വി തിങ്ക് അബൌട്ട് അതേഴ്സ്, ഹൗ സ്കീമാസ് ആൻഡ് ഹ്യൂറിസ്റ്റിക് ഹെൽപ്പ് us, വൈ വി മേക്ക് മിസ്റ്റേക്സ് ഇൻ ജഡ്ജ്മെൻറ്റ്. സ്കീമാസ് പറഞ്ഞാൽ മേക്ക് തിങ്കിങ് ഫാസ്റ്റ് ബട്ട് ക്രിയേറ്റ് ബയാസ്. ഹ്യൂറിസ്റ്റിക് പറയുമ്പോൾ ടൈം സേവിങ് ആണ്, പക്ഷേ എറേഴ്സ് ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഹ്യൂമൻ തിങ്കിങ് ഈസ് സ്മാർട്ട് ബട്ട് നോട്ട് പെർഫെക്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ക്ലിയർ ആണോ? അപ്പോൾ യൂണിറ്റ് 5 ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. യൂണിറ്റ് 6 പോയാലോ? നമുക്ക് എന്താണ് നോക്കാനുള്ളത്? ബിഹേവിയറിൽ സോഷ്യൽ കോഗ്നിഷൻ്റെ പങ്കാണ് ഈ ഒരു യൂണിറ്റിൽ ഇനി നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് സോഷ്യൽ പെർസെപ്ഷൻ ആൻഡ് ആട്രിബ്യൂഷൻ, ബിഹേവിയർ 2. ആദ്യം നമുക്കൊന്ന് ഒരു കാര്യം ചോദിക്കട്ടെ.
നിങ്ങൾ ഒരാളെ കണ്ട നിങ്ങൾ എന്ത് ചെയ്യും? ഇയാൾ നല്ല ആളാണോ, ഇയാൾ ദേഷ്യക്കാരനാണോ, ഇയാൾ എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നത്? ഈ ചിന്തിക്കുന്ന പ്രക്രിയ തന്നെയാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഈ യൂണിറ്റ് എന്തിനാണ്? ഈ യൂണിറ്റ് നമ്മളോട് പറയുന്നത് 3 കാര്യങ്ങളാണ് മെയിനായിട്ട്. നമ്മൾ ആളുകളെ എങ്ങനെ കാണുന്നു, ഒരാൾ അങ്ങനെ പെരുമാറാൻ കാരണം എന്താണെന്ന് നമുക്ക് എങ്ങനെ തോന്നുന്നു, ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന തെറ്റുകൾ എന്തൊക്കെയാണ്, ഇതെല്ലാം കൂടിയാണ് ഈ സോഷ്യൽ പെർസെപ്ഷൻ ആൻഡ് ആട്രിബ്യൂഷൻ എന്നുള്ള ഈ ഒരു ഇതിൽ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പേഴ്സൺ പെർസെപ്ഷനെ കുറിച്ച് നോക്കാം. ആളുകൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നത്? നമ്മുടെ കാറ്, മേശ, കസേര കാണുന്നത് പോലെയല്ല. പിന്നെന്താണ്? മനുഷ്യരെ കാണുന്നത്. കാരണം എന്താണ്? മനുഷ്യർക്ക് ഇൻറ്റൻഷൻ ഉണ്ട്, ഫീലിങ്സ് ഉണ്ട്, മോട്ടീവ്സ് ഉണ്ട്. ഒരാൾ ചിരിച്ചാൽ നമ്മൾ ജെന്യൂൻ ആണോ ഫേക്ക് ആണോ എന്ന് തിരിച്ചറിയോ? ഇതാണ് പേഴ്സൺ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരാളെ കണ്ടാൽ നമ്മൾ അവനെക്കുറിച്ച് മനസ്സിലുണ്ടാക്കുന്ന ഒരു ധാരണ, അതാണ് പേഴ്സൺ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അത് പല തരത്തിലാണ്. ഒന്ന് ഇംപ്രഷൻ ഫോർമേഷൻ. ഇംപ്രഷൻ എങ്ങനെ ഉണ്ടാകുന്നത്? ഒരാളെക്കുറിച്ച് ഇൻഫർമേഷൻ എവിടുന്ന് കിട്ടുന്നു, അവൻ്റെ ഡ്രസ്സ്, സംസാരിക്കുന്ന രീതികൾ, മറ്റുള്ളവർ പറയുന്നത്, അവൻ്റെ ബിഹേവിയർ, ഈ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് നമ്മളൊരു ഓവറോൾ പിക്ചർ ഉണ്ടാക്കും. ഇപ്പം നീറ്റ് ഡ്രസ്സ്, പൊളൈറ്റ് സ്പീച്ച് ആണെങ്കിൽ ഇയാൾ ഡീസൻ്റ് ആയിരിക്കും. ഇതാണ് ഇംപ്രഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. ട്രേറ്റ്സ് എന്തൊക്കെയാണ് ഉണ്ടാവുക? ഒരു വ്യക്തിയുടെ സ്വഭാവ ഗുണങ്ങൾ. ഹോണസ്റ്റ് ആയിരിക്കാം, അറോഗൻ്റ് ആയിരിക്കാം, ഫ്രണ്ട്ലി ആയിരിക്കാം, ലേസി ആയിരിക്കാം, ഹെൽപ്ഫുൾ ആയിരിക്കാം. അപ്പോൾ ഇംപ്രഷൻ ഉണ്ടാകുന്നത് ട്രേറ്റ്സ് ഉപയോഗിച്ചാണ്. ഓക്കെ. അപ്പം ട്രേറ്റ്സ് സെൻട്രലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ചില ട്രേറ്റ്സിന് കൂടുതൽ പവർ ഉണ്ട്, എല്ലാ ട്രേറ്റ്സിനും ഒരേ ഇമ്പോർട്ടൻസ് ഇല്ല. വാം വേഴ്സസ് കോൾഡ്. ഒരു ട്രേറ്റ് മാത്രം മാറിയാൽ മുഴുവൻ ഇംപ്രഷനും മാറും. പാസ്ക് 1946 പറഞ്ഞത് വാം എന്നായിട്ടുള്ളൊരു ആളാണെങ്കിൽ ആൾ ഫ്രണ്ട്ലിയാണ്, ഹാപ്പിയാണ്. കോൾഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ ആൾ സെൽഫിഷാണ്, റൂഡാണ്. ഇതാണ് ട്രേഡ് സെൻറ്ററിലിറ്റി എന്ന് പറയുന്നത്. ചില ട്രേഡ്സ് സെൻറ്റർ പൊസിഷൻ എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ എത്ര പവർഫുള്ളാണ്? നമ്മൾ പറയാറില്ലേ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന്. അപ്പോൾ സൈക്കോളജിന് ഇതിനൊരു പേരുണ്ട്, പ്രൈമറി എഫക്റ്റ് എന്ന് പറയും. ആദ്യം കിട്ടുന്ന ഇൻഫർമേഷൻ കൂടുതൽ വെയിറ്റ് കിട്ടുന്ന. ഇപ്പോൾ ആദ്യം ഹോണസ്റ്റായിട്ട് തോന്നിയാൽ പിന്നീട് ഒരു തെറ്റ് കണ്ടാലും അവ മറന്നുപോയതാവും, അങ്ങനെ നമ്മൾ തന്നെ ഒരു കൺക്ലൂഷൻ കൊടുക്കും അതിന്. അപ്പോൾ ആദ്യ ഇംപ്രഷനാണ് നമ്മൾ സ്കീമയായിട്ട് മാറും. റീസൻസി എഫക്റ്റ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റാണ്. ചിലപ്പം അവസാനത്തെ ഇൻഫർമേഷൻ ആയിരിക്കും സ്ട്രോങ് ആയി നിൽക്കുക. ആളുടെ മൂഡ്, ആറ്റിറ്റ്യൂഡ് പോലുള്ള ടെമ്പററി കാര്യങ്ങളുണ്ടല്ലോ, അതായിരിക്കും ചിലപ്പോൾ സെൻറ്ററായിട്ട് നിൽക്കുക. അപ്പോൾ 2 രീതിയിലും വരാം. അതാണ് ഒരാളെ കാണുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ആക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഫസ്റ്റ് ഇംപ്രഷനാണ് നമ്മുടെ ആദ്യത്തെ ട്രേറ്റ് സെൻറ്റർ പൊസിഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ആട്രിബ്യൂഷനാണ്, ബിഹേവിയറിന് കാരണം കണ്ടെത്തുക. ഒരാളെ കണ്ടാൽ നമ്മൾ ചോദിക്കുന്നൊരു പ്രധാന ചോദ്യമുണ്ട്, ഇയാൾ ഇങ്ങനെ പെരുമാറാൻ കാരണം എന്താവും? ഇതാണ് ആട്രിബ്യൂഷൻ. ഹെയ്ഡേഴ്സ് നെയ്വ് സൈക്കോളജി. ഹെയ്ഡർ പറഞ്ഞത് നമ്മളെല്ലാം നെയ്വ് സയൻറ്റിസ്റ്റാണ്. അതെന്താണ്? നമ്മൾ കോമൺ സെൻസ് ഉപയോഗിച്ച് ബിഹേവിയറിന് കാരണം കണ്ടെത്തുന്നു. 2 തരത്തിലുള്ള കാരണമാണ് നമ്മൾ കണ്ടെത്തുക. ഒന്ന് ഡിസ്പോസിഷണൽ, അതായത് ഇൻറ്റേർണൽ ക്യാരക്ടർ, പേഴ്സണാലിറ്റിയൊക്കെ വെച്ചിട്ട്. 2 സിറ്റുവേഷണൽ, എക്സ്റ്റേണൽ, സിറ്റുവേഷനും എൻവയോൺമെൻറ്റും വെച്ചിട്ട്. ഇപ്പോൾ ഒരു അഗ്രഷൻ വരുന്ന ഒരാളെ കാണാണ്, ഇയാൾ ബാഡ് ടെമ്പറാണ്, അത് ഇൻറ്റേർണലിൽ നിന്ന് വരുന്നതാണ്. അവരെ പ്രൊവോക്ക് ചെയ്തു, അത് എക്സ്റ്റേണലാണ്. ക്ലിയർ ആണോ? മൂന്നാമത്തത് കറസ്പോണ്ടൻറ്റ് ഇൻഫറൻസ് തിയറി, ജോൺസ് ആൻഡ് ഡേവിഡ്സ് പറഞ്ഞതാണ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ ചോദിക്കും, ഇത് ഇയാളുടെ റിയൽ ക്യാരക്ടർ ആണോ? ഇത് ഡിസ്പോസിഷണൽ ആട്രിബ്യൂട്ട് വരാൻ ബിഹേവിയർ ഫ്രീലി ചൂസൻ, അൺയൂഷ്വലായിട്ടും സോഷ്യലി അൺഡിസൈറബിൾ ആയിട്ടും വരുന്നതാണ്. നോം പറഞ്ഞാൽ ഒരു നിയമം, ഏതൊരു കാര്യത്തിനും അതിൻ്റേതായിട്ടുള്ള നിയമം ഉണ്ടാവും. അത് ബ്രേക്ക് ചെയ്യുന്ന ബിഹേവിയർ, അത് ക്യാരക്ടറിനെ റിഫ്ലക്റ്റ് ചെയ്യും. ക്ലിയർ ആണോ? അടുത്തത് കെലീസ് കോവേരിയേഷൻ്റെ മോഡൽ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് കൂടുതൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് കെലീസ് കോവേരിയേഷൻ മോഡൽ. ഒരൊറ്റ സംഭവം നോക്കി ഡിസിഷൻ ഇല്ല, പല സംഭവങ്ങൾ കമ്പയർ ചെയ്യുക. 3 ക്ലൂസാണ് ഇതിലുള്ളത്. ഒന്ന് കോൺസെൻസസ്, അതായത് എല്ലാവരും അങ്ങനെ ബിഹേവ് ചെയ്യുന്നുണ്ടോ. 2 കൺസിസ്റ്റൻസി, ഈ ആൾ എല്ലായ്പ്പോഴും ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നുണ്ടോ. 3 ഡിസ്റ്റൻറ്റിനിയസ്, ഈ സിറ്റുവേഷനിൽ മാത്രമാണോ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ആക്സിഡൻറ്റിൻ്റെ ഒരു എക്സാമ്പിൾ വെക്കുകയാണെങ്കിൽ എവരി വൺ സിറ്റുവേഷനാണ്, ഓൺലി ഹിം, അതൊരാളെ മാത്രമാണ് നോക്കുന്നത്. സക്സസ് ആൻഡ് ഫെയിലിയർ ആട്രിബ്യൂഷൻ, വെയ്നറാണെന്ന് പറഞ്ഞത്. സക്സസ്സും ഫെയിലിയറും കാരണം 4 കാരണങ്ങളാണ്. ടൈപ്പ്, എബിലിറ്റി, ഇൻറ്റേർണലും സ്റ്റേബിൾ എഫേർട്ടും ആണെങ്കിൽ അത് എബിലിറ്റിയാണ്. ഇൻറ്റേർണലും അൺസ്റ്റേബിൾ ടാസ്ക് ആണെങ്കിൽ അത് ടാസ്ക് ഡിഫിക്കൽറ്റിയാണ്. എക്സ്റ്റേണലും സ്റ്റേബിൾ ആണെങ്കിൽ അത് ലക്കാണ്. എക്സ്റ്റേണൽ അൺസ്റ്റേബിൾ ആണെങ്കിൽ ഗുഡ് മാർക്കാണ്, ടോപ്പർ. എബിലിറ്റി എന്ന് പറഞ്ഞാൽ ആവറേജ് പറയുമ്പോൾ ലക്കും പേപ്പർ ടഫും ആണെന്ന് പറയാം.
അപ്പോൾ എറേഴ്സ് ആൻഡ് ബയാസസ് ഉണ്ട് ഇതിന്. ഫണ്ടമെൻ്റൽ ആട്രിബ്യൂഷൻ എറർ ഒന്നാമത്തത്, അതായത് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുമ്പം ക്യാരക്ടറിനെ ബ്ലെയിം ചെയ്യുക, സിറ്റുവേഷനെ ഇഗ്നോർ ചെയ്യുക. അതാണ് ഫണ്ടമെൻ്റൽ ആട്രിബ്യൂഷൻ എറർ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ആക്ടർ ഒബ്സർവർ ബയാസ്. നമ്മൾ അതായത് സിറ്റുവേഷനെ ബ്ലെയിം ചെയ്യുക, മറ്റുള്ളവർ ക്യാരക്ടറിനെ ബ്ലെയിം ചെയ്യുക. അതാണ് ആക്ടർ ഒബ്സർവർ ബയാസ് എന്ന് പറഞ്ഞാൽ. പിന്നെ സെൽഫ് സെർവിങ് ബയാസ്. സക്സസ് ആവുന്നത് ഒരു കാര്യത്തിൽ വിജയിച്ചാൽ അത് എൻ്റെ കഴിവ്, തോറ്റാൽ ഭാഗ്യദോഷം. ഇതാണ് സെൽഫ് സെർവിങ് ബയാസ്. പിന്നെ അൾട്ടിമേറ്റ് ആട്രിബ്യൂഷൻ എറർ. ഗ്രൂപ്പ് ബയാസ് പറഞ്ഞാൽ അവർ ഗ്രൂപ്പ്, എൻ്റെ ഗ്രൂപ്പാണ് നല്ലത്, അത് ഇൻറ്റേർണൽ. മറ്റുള്ള ഗ്രൂപ്പുകളാണ് ഗുഡ്, അത് ഭാഗ്യം കൊണ്ടാണ് മറ്റു ഗ്രൂപ്പ് നന്നായത്. എൻ്റെ ഗ്രൂപ്പ് നന്നായത് എൻ്റെ ഇൻറ്റേർണൽ, ഞങ്ങളെ ടീം വർക്ക് കൊണ്ടാണ്. അങ്ങനെ നമ്മുടെ ഗ്രൂപ്പിനെ ഇതാക്കി പറയാം. ഇതാണ് ഗ്രൂപ്പ് ബയാസ് പറഞ്ഞാൽ. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു യൂണിറ്റ് മൊത്തം നമ്മൾ എന്താ നോക്കിയത്, നമ്മൾ ആളുകളെ എങ്ങനെയാണ് നിഷ്പക്ഷമായി കാണുന്നില്ല, നമ്മുടെ ചിന്തയിൽ ബയോസുകളുണ്ട്, ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും തെറ്റിക്കുന്നു, മനുഷ്യന്മാരുടെ തിങ്കിങ് ഈസ് സ്മാർട്ട് ബട്ട് ബയാസ്ഡ് ആണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റ് 6 കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി യൂണിറ്റ് 7 കിടന്നാലോ. അപ്പം യൂണിറ്റ് 7 കിടക്കുമ്പോൾ എന്താ പറയുന്നത് നോക്കാം. 6 കഴിഞ്ഞു, 7. ആറ്റിറ്റ്യൂഡ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ചേഞ്ചിനെ കുറിച്ചിട്ടാണ് ഇതിൽ കൂടുതൽ പറയുന്നത്. ആദ്യം തന്നെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ ടൂത്ത് പേസ്റ്റിൻ്റെ ബ്രാൻഡ് കാണുമ്പോൾ ഇത് നല്ലതാണെന്ന് തോന്നുമോ, ഇത് എടുക്കണ്ടെന്ന് തോന്നുമോ, എങ്ങനെ തോന്നാറ്? ഈ തോന്നലിനെയാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആറ്റിറ്റ്യൂഡ് എന്നത് എന്താണ്? ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കുള്ളിലുണ്ടാകുന്ന ചിന്ത പ്ലസ് ഫീലിംഗ് പ്ലസ് അതനുസരിച്ച് നമ്മളുടെ പെരുമാറ്റം, ഇതിനെയാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ബ്രാൻഡ് നല്ലതാണ്, അത് നമ്മുടെ ചിന്തയാണ്, അത് ഇഷ്ടമാണ്, അത് നമ്മുടെ ഫീലിംഗ് ആണ്, അത് വാങ്ങാം, അത് നമ്മുടെ ബിഹേവിയറാണ്. മൂന്നും കൂടി ചേരുന്നതാണ് ആറ്റിറ്റ്യൂഡ്. എക്സ്പ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡും ഇംപ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡും ഉണ്ട്. എക്സ്പ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ നമ്മൾ ബോധപൂർവ്വം അറിയുന്ന ആറ്റിറ്റ്യൂഡ്. ഇപ്പോൾ എനിക്ക് ഈ പാർട്ടി ഇഷ്ടമല്ല, എനിക്ക് സ്മോക്കിംഗ് നല്ലതല്ല എന്നറിയാം. ഇംപ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ നമുക്ക് പോലും അറിയാതെ ഉള്ളിലുണ്ടാകുന്ന ഒരു ആറ്റിറ്റ്യൂഡ്. ഇപ്പോൾ ഒരാളെ കണ്ടപ്പോൾ ഒരു കാരണമില്ലാതെ ആളോട് ഇഷ്ടം തോന്നുക, ഇഷ്ടമില്ലായ്മ തോന്നുക, അറിയാതെ തന്നെ അവരെ അവോയ്ഡ് ചെയ്യുക, ഇതാണ് ഇംപ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ. സബ് കോൺഷ്യസ് ലെവലിൽ ആണ് ഈ ഇംപ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ് വർക്ക് ചെയ്യുക. അപ്പോൾ പഴയ ആറ്റിറ്റ്യൂഡ് പോയി പുതിയ ആറ്റിറ്റ്യൂഡ് വരില്ല, രണ്ടും ഒരുമിച്ചാണ് മൈൻഡിലുണ്ടാകുക. ആറ്റിറ്റ്യൂഡുകൾ എന്തിനു ഉപകാരപ്പെടുന്നത്? ഫങ്ഷൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ ഒന്ന് അഡാപ്റ്റീവ് ഇൻസ്ട്രുമെൻ്റൽ ഫങ്ഷൻ, നമുക്ക് റിവാർഡ് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടും, പണിഷ്മെൻറ്റ് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യും. കുട്ടി ഡിസിപ്ലിൻ പാലിച്ചാൽ ആ കുട്ടിക്ക് എന്ത് കിട്ടും? പ്രോത്സാഹനം കിട്ടും, അടിപൊളി നല്ല കുട്ടി ഗുഡ് ബോയ്, ആ ഒരു പ്രൈസ് കിട്ടും അല്ലേ, അത് ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആക്കും. രണ്ടാമത്തത് നോളേജ് ഫങ്ഷനാണ്. ലോകം മനസ്സിലാക്കാൻ ആറ്റിറ്റ്യൂഡ് ഷോർട്ട് കട്ടായിട്ട് നമ്മൾ യൂസ് ചെയ്യും. അതായത് ഇപ്പോൾ സ്റ്റീരിയോ ടൈപ്പ്, ഈ ഗ്രൂപ്പ് ഇങ്ങനെ ആയിരിക്കും, അത് ബ്രെയിനിന് എഫേർട്ട് കുറക്കും. അടുത്തത് സെൽഫ് എക്സ്പ്രസീവ് ഫങ്ഷൻ, നമ്മൾ ആരാണെന്നുള്ള ആറ്റിറ്റ്യൂഡ് കാണിക്കും. ഞാൻ എൻവയോൺമെൻറ്റലി കോൺഷ്യസ് ആണ്, പ്ലാസ്റ്റിക് അവോയ്ഡ് ചെയ്യും, ഇതാണ് സെൽഫ് എക്സ്പ്രസീവ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ. അടുത്തത് ഈഗോ ഡിഫെൻസീവ് ഫങ്ഷൻ, നമ്മുടെ ഈഗോ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ആറ്റിറ്റ്യൂഡ്. അത് മാച്ചിങ് തെറ്റിയാൽ റെഫർ ബേസ്ഡ് ആയിരുന്നു എന്ന് പറയും. ആറ്റിറ്റ്യൂഡ് എങ്ങനെ ഉണ്ടാകുന്നത്? ആറ്റിറ്റ്യൂഡിൻ്റെ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് മെർ എക്സ്പോസർ, ഒരേ കാര്യം പല തവണ കണ്ട അത് ഇഷ്ടമായിട്ട് നമുക്ക് തോന്നും. പാഡ്സ്, സ്ലോഗൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ബ്രാൻഡ് ഫെമിലിയർ ആവും. ഇപ്പോൾ ഉജാല എന്ന് പറഞ്ഞ സാധനം എന്താണ്? അതൊരു ബ്രാൻഡാണ്, ശരിക്ക് അതൊരു സൂപ്പർവൈറ്റ് സാധനമാണ്. അതുപോലെ ഗോൾഗേറ്റ്, അതിന് ശരിക്കും പേസ്റ്റ് എന്നാണ് നമ്മൾ പറയണ്ടേ, പക്ഷെ നമ്മൾ പൊതുവേ എല്ലാവരും യൂസ് ചെയ്യുക ഗോൾഗേറ്റ് എന്നാണ്. ഒരു ഗോൾഗേറ്റ് വാങ്ങിക്കൊണ്ടിരിക്കുക, പക്ഷെ വാങ്ങിക്കൊണ്ടിരുന്നത് ചിലപ്പം എന്താ പറയുക, വേറൊരു ബ്രാൻഡ് പോലും കിട്ടുന്നില്ല, KP നമ്പൂതിരീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ ചിലപ്പോൾ ആളോട് പറയാം ഒരു കോൾഗേറ്റ് വാങ്ങിച്ചുകൊണ്ട് വരെ, അങ്ങനെ പറയാം അല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ശരിക്കും ഒരു ഇതിൻ്റെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഉജാല കൊണ്ടുവരുന്നത് വേറെ ഏതെങ്കിലും ബ്രാൻഡായിരിക്കും. ഇപ്പോൾ സോപ്പിംഗ് പൗഡർ, വാഷിംഗ് പൗഡറിന് ചിലരൊക്കെ സർഫും പൊടി വാങ്ങിച്ചുകൊണ്ടിരുന്ന് പറയും, ശരിക്കും നമ്മൾ വാങ്ങാൻ ഇപ്പം ഏരിയലോ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പാത്രം കഴിക്കണേനാണെങ്കിൽ ഒരു വിമ്മ് വാങ്ങിക്കൊണ്ടിരും, അത് ചിലപ്പോൾ വാങ്ങിക്കൊണ്ടിരുന്ന പ്രില്ലായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ആഡ്സ് നമ്മളിങ്ങനെ
ഫെമിലിയർ ആകുമ്പോൾ നമ്മളതിങ്ങനെ പറയും. അടുത്തത് പേഴ്സണൽ എക്സ്പീരിയൻസ്. സ്ട്രോങ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആറ്റിറ്റ്യൂഡായിരിക്കും. ഹിരോഷിമ നഗോസഗി അറ്റോമിക് വെപ്പനോട് സ്ട്രോങ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡായിരുന്നു. പിന്നെന്താണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. 2 കാര്യങ്ങൾ റിപ്പീറ്റായി ചേർത്താൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടാകും. സെലിബ്രിറ്റി പ്ലസ് പ്രൊഡക്റ്റിനോടൊരു ഇഷ്ടവും തോന്നും ആ ഒരു സെലിബ്രിറ്റി പറഞ്ഞതുകൊണ്ട്. 2 കാര്യങ്ങൾ, അതായത് സെലിബ്രിറ്റി ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞത്. അങ്ങനെ ഏതെങ്കിലും 2 കാര്യങ്ങൾ, ഒന്നിനോടുള്ള ഇഷ്ടം മറ്റൊന്നിനോട് ചേരുമ്പോൾ ആ മറ്റു ചേർന്നതിനോടുകൂടെ നമുക്ക് ഇഷ്ടം തോന്നും. ഓക്കെ, അതാ സെലിബ്രിറ്റിനോടുള്ള ഇഷ്ടമായിരിക്കും ചിലപ്പം അങ്ങനെയുള്ളത് കേട്ടോ. ഒപ്പാരൻ്റ് കണ്ടീഷനിങ്, അതായത് റിവാർഡ് കിട്ടുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് സ്ട്രോങ് ആവും, പണിഷ്മെൻറ്റ് കിട്ടുമ്പോൾ നമുക്ക് ആറ്റിറ്റ്യൂഡ് വീക്ക് ആവും. അതാണ് ഒപ്പാരൻ്റ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ. പിന്നത്തത് ഒബ്സർവേഷണൽ ലേണിങ്. മറ്റുള്ളവരെ കണ്ട ആറ്റിറ്റ്യൂഡ് പഠിക്കുക, ചെയ്യുക എന്നുള്ള. പാരൻസിൻ്റെ പ്രിജുഡിയസ് കാണിച്ചാൽ കുട്ടികളും അതേ ആറ്റിറ്റ്യൂഡ് അഡോപ്റ്റ് ചെയ്യും. പിന്നെ ജനറ്റിക് ഫാക്ടർ. ചില ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ജനറ്റിക്സിൽ നിന്നുമാണ്. ട്വിൻ സ്റ്റഡീസ് പറയുന്നത് എന്താണ്? ആറ്റിറ്റ്യൂഡ് മാറുമോ എന്ന് ചോദിച്ചാൽ മാറും. ഒരിക്കൽ ഇഷ്ടമായ പാർട്ടി പിന്നെ ഇഷ്ടമില്ലാതാവും. ബാലൻസ് തിയറി എന്ന് പറഞ്ഞാൽ ഹൈദർ പറഞ്ഞത്, നമ്മൾ ബാലൻസ് ഇഷ്ടപ്പെടുന്നു. ഞാനൊരാളെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള വെച്ച് അയാൾ എനിക്കിഷ്ടമുള്ള ആളെ പ്രൈസ് ചെയ്തു, അപ്പോൾ ഇംബാലൻസ് ഡിസ്കംഫോർട്ടും വരും. അപ്പോൾ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യും. കൊഗ്നേറ്റീവ് ഡിസോണസ് തിയറി പ്രകാരം വിശ്വാസവും ബിഹേവിയർ മാച്ചും ആകാത്തപ്പം ഉള്ളിൽ ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യും. ഇപ്പോൾ സ്മോക്കിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സ്മോക്കിങ് ബാഡാണെന്നുള്ള വിശ്വാസം നമുക്ക് ഉണ്ട്, പക്ഷേ സ്മോക്ക് ചെയ്യുന്നു. അതെന്തുകൊണ്ടാണ്? അതിന് അഡിക്റ്റ് ആയതുകൊണ്ട്. ഡിസോണസ് കുറക്കാൻ 3 വഴികളാണ്. നമ്മുടെ വിശ്വാസങ്ങളെ മാറ്റുക, അല്ലെങ്കിൽ പെരുമാറ്റത്തെ മാറ്റുക, അല്ലെങ്കിൽ അതിനൊരു റാഷണലൈസേഷൻ, ജസ്റ്റിഫിക്കേഷൻ കൊണ്ടുവരിക. പിന്നെന്താണ്? ഫോഴ്സ്ഡ് കംപ്ലയിൻസ്. നിർബന്ധിച്ച് പറഞ്ഞാൽ വിശ്വാസങ്ങൾ ചേഞ്ച് ചെയ്യും. $1 $20 എക്സ്പെരിമെൻ്റ് ഉണ്ടല്ലോ, വേഴ്സസ് ഡിസിഷൻ മേക്കിങ്. ഒരു ഓപ്ഷൻ ചൂസ് ചെയ്താൽ റിജക്റ്റഡ് ഓപ്ഷൻ ബാഡായി കാണും നമ്മൾ. എഫേർട്ട് ജസ്റ്റിഫിക്കേഷൻ. കഷ്ടപ്പെട്ട് കിട്ടിയതിനെ എക്സ്ട്രാ വാല്യൂ കൊടുക്കും. പെർസ്യൂഷൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നത്. പാഡ്സ്, പൊളിറ്റിക്കൽ സ്പീച്ച് അങ്ങനെയുള്ള. പിന്നെ 2 റൂട്ട്സ് ഓഫ് പെർസ്യൂഷൻ എന്താണ്? ഒന്ന് സെൻട്രൽ റൂട്ട്സ് ആണ്, അതായത് ലോജിക്കായിട്ട് തിങ്ക് ചെയ്യുക, സ്ട്രോങ് ആൻഡ് ലാസ്റ്റിംഗ് ആയിരിക്കും അത്. പിന്നെ പെരിഫറൽ റൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെലിബ്രിറ്റി ലുക്ക്, മൂഡ്, അത് നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് വളരെ വീക്കും ടെമ്പററി ആയിട്ട് മാറും. അപ്പോൾ പെർസ്യൂഷനെ ബാധിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ അതിൻ്റെ സോഴ്സ്, എക്സ്പേർട്ടാണോ, ട്രസ്റ്റ് വർത്തി ആണോ, അട്രാക്റ്റീവ് ആണോ, മെസ്സേജ് തരുന്നത് എന്താണ്, ഇമോഷൻസ് എന്താണ്, മൈൽഡ് ഫിയർ ബെസ്റ്റ്, ചാനൽ ഫേസ് ടു ഫേസ് ആണ് ഏറ്റവും നല്ല ഒരു പെർസ്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ ഓഡിയൻസ്, സ്ലോ സെൽഫ് എക്സ്റ്റീം ആണോ, ഈസി പെർസ്യൂഡ് ആവും. പെർസ്യൂസിനെ റെസിസ്റ്റ് ചെയ്യുന്നത് റിയാക്റ്റൻസ് ആണ്, എന്നെ ഫോഴ്സ് ചെയ്യരുത് എന്നുള്ള. ഫെയിം വാമിങ് ഇത് ആഡാണ്. സെലക്റ്റീവ് എക്സ്പോസർ ആണ്, ഓപ്പോസിറ്റ് വ്യൂസിനെ അവോയ്ഡ് ചെയ്യും. കൗണ്ടർ ആർഗ്യുമെൻറ്റ്സ് പറഞ്ഞാൽ വീണ്ടും ഇങ്ങോട്ട് തിരിച്ചും ആർഗ്യൂ ചെയ്യും. ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ബിഹേവിയർ ആണോ? എല്ലായ്പ്പോഴും അല്ല. ലെപ്പേരിയർ സ്റ്റഡി പ്രകാരം ആറ്റിറ്റ്യൂഡ് റെസിസ്റ്റ്, ബിഹേവിയർ ഫ്രണ്ട്ലി. ബിഹേവിയർ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പറയുമ്പോൾ ആറ്റിറ്റ്യൂഡ് സ്പെസിഫിക് ആണോ, ഈസിലി ആക്സസിബിൾ ആണോ, പബ്ലിക് വേഴ്സസ് പ്രൈവറ്റ്, സെൽഫ് അവെയർനെസ്, ആറ്റിറ്റ്യൂഡ് സ്ട്രോങ് ആണോ എന്നൊക്കെയുള്ള. സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ പ്രിജുഡിയസ് ആണ്, ഡിസ്ക്രിമിനേഷൻ ആണ്. അതായത് സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ വിശ്വാസം, ഈ ഗ്രൂപ്പ് ഇങ്ങനെയാണ്. പ്രിജുഡിയസ് പറഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ ഫീലിങ്സ്, ഇഷ്ടം, ദേഷ്യം, വെറുപ്പ് അങ്ങനെയുള്ള. ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തിൽ വരുന്ന ജോബ് ഡിനേ ചെയ്യുക, വയലൻസ് ഉണ്ടാക്കുക അങ്ങനെയുള്ള. പ്രിജുഡിയസ് എവിടെ നിന്നാണ് വരുന്നത്? സെൽഫ് എസ്റ്റീമിന് ഉണ്ടാവുന്ന ഭീഷണി, റിസോഴ്സസ് കോമ്പറ്റീഷനിലും നമ്മൾ അവർ എന്നുള്ള ആ ഒരു തിങ്കിങ്ങിൽ നിന്നൊക്കെയാണ് പ്രിജുഡിയസ് വരുന്നത്. പിന്നെ റോബേഴ്സ് കേവ് എക്സ്പെരിമെൻ്റ് എന്താണ് പറയുന്നത്? പ്രിജുഡിയസ് കുറക്കാൻ സോഷ്യൽ ലേണിംഗ് ചേഞ്ച്, ഇൻ്റർ ഗ്രൂപ്പ് കോണ്ടാക്റ്റ്, ഗ്രൂപ്പിൻ്റെ ഉള്ളിലുള്ള കോണ്ടാക്റ്റ് ചേഞ്ച് ചെയ്താൽ, കോമൺ ഐഡൻറ്റിറ്റി ബിൽഡ് ചെയ്താൽ ഗിൽട്ട് റിഫ്ലക്ഷൻ വരും. സ്റ്റീരിയോ ടൈപ്പ് നിഗേറ്റ് ചെയ്യാൻ സോഷ്യൽ ഡിസ്റ്റൻസ് വരും. നമ്മൾ ആരോട് അടുത്തിടപഴകുന്നു, ആരെ അവോയ്ഡ് ചെയ്യുന്നു. ബൊഗഡ സ്കെയില്. ആറ്റിറ്റ്യൂഡ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് തെസ്റ്റോണും ലിക്കട്ട് ഗുട്ടനുമാണ് പറയുന്നത്. ആറ്റിറ്റ്യൂഡ് പഠനം നമ്മളെ പറയുന്നത് നമ്മുടെ ചിന്ത ന്യൂട്രൽ അല്ല, നമ്മൾ സ്റ്റീരിയോ ടൈപ്പ് ആൻഡ് ബയാസ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. ആറ്റിറ്റ്യൂഡ് ചേഞ്ച് പോസിബിൾ ആണ്, സൊസൈറ്റി ഇമ്പ്രൂവ് ചെയ്യാം. ഹ്യൂമൻ ബിഹേവിയർ ആറ്റിറ്റ്യൂഡിനാൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട്, പക്ഷേ സിറ്റുവേഷനും സൊസൈറ്റിയും അതിനെ മാറ്റും. ക്ലിയർ ആണോ? അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അപ്പം നമ്മളിനി യൂണിറ്റ് 8 കിടക്കുകയാണ്. അപ്പോൾ യൂണിറ്റ് 8 നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.
ഈ ക്ലാസ് ഈ ഒരു ബ്ലോക്ക് കൂടെ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ബ്ലോക്ക് 2 അല്ലേ, ബ്ലോക്ക് 3 ആണിത്. അപ്പോൾ ബ്ലോക്ക് 3 കൂടെ നമ്മൾ ഈ ഒരു ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഇതിൽ 5ഉം 6ഉം 7ഉം ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ അടുത്ത 8, 9 അല്ല അടുത്ത ബ്ലോക്ക് അടുത്ത ഒരു ക്ലാസ് ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വീഡിയോ കുറച്ചായിട്ട് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം, ചോദിക്കാം. വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡീറ്റെയിൽഡ് ക്ലാസ്സോ എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്, അസൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള PDF സപ്പോർട്ട്, റിട്ടൺ സപ്പോർട്ട് ഏത് തന്നെ ആവട്ടെ, എന്ത് സർവീസിനും ഇഗ്നോ സംബന്ധമായിട്ടുള്ള ഏത് സർവീസിനും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, it's Miss Elsa Musta signing out. Thank you for watching. Bye bye.